പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 ഗ്ലാസ് അരി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളം വെച്ചിട്ടുണ്ട്. ഗ്യാസുമ്മേ തിളച്ച് വരട്ടെ. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ചോറിന് ആവശ്യമായി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ലേശം നെയ്യ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഓയിൽ ഉണ്ടായിരുന്നില്ല. ഓയിലുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചാൽ മതി കേട്ടോ. ഇതിലേക്ക് 2 ഗ്ലാസ് അരി കഴുകി അരമണിക്കൂർ കുതിർത്തതിന് ശേഷം ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. 5 ഗ്ലാസ് വെള്ളത്തിലാണ് ഇത് വേവിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ അരിയൊക്കെ ഉണ്ടല്ലോ, അത് ഇരുന്ന് വേവും. 3/4 വേവാകുമ്പോൾ എടുക്കണം കേട്ടോ. ഇതിലേക്ക് ലേശം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 വേവാകുമ്പോൾ ഇത് എടുക്കണം. പിന്നെ ഇരുന്നിട്ട് ഒന്നുകൂടി വെന്ത് കിട്ടും കേട്ടോ. അത് നല്ലോണം ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതായിട്ടുണ്ട് കേട്ടോ. ഇതെടുക്കാം. ചൂടാറി തണുത്തതിന് ശേഷം മാത്രം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അത് ഉടഞ്ഞു പോവും. കുഴഞ്ഞിരിക്കും കേട്ടോ. ചോറ് ഒന്നൊന്നായിട്ട് കിട്ടില്ല. അപ്പോൾ ഈ പാത്രത്തിൽ തന്നെ ലേശം നെയ്യ് ഒഴിച്ചിട്ട് 3 മുട്ട, കുരുമുളക് പൊടി, ഉപ്പിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. 3 മുട്ട, 4 മുട്ട, 5 മുട്ട നമുക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം കേട്ടോ. അപ്പോൾ രുചി കൂടുതലേ ഉണ്ടാവുള്ളൂ. ഇതായിട്ടുണ്ട്. ഇതെടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ നെയ്യ് ഒഴിച്ചിട്ട് വെജിറ്റബിൾസ് നമുക്കൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ആദ്യം കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് വെളുത്തുള്ളി കേട്ടോ. ഒന്ന് വാട്ടി കൊടുക്കാം. ഒന്ന് വാടി വന്നിട്ട് ഇതിലേക്ക് പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൽ ക്യാരറ്റും പിന്നെ ബീൻസ് ഇട്ട് കൊടുക്കാം. അതിനാണ് കുറച്ച് വേവുള്ളത്. ഒരു 3/4 വേവ് എന്താണ്, 3/4 വേവായാൽ മതി കേട്ടോ. വെന്തുടയേണ്ട ആവശ്യമില്ല. ഇതിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്കുള്ള ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ല മാത്രം നിങ്ങൾ. ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്. ക്യാപ്സിക്കത്തിന് അധികം വേവേ ഇല്ല, പെട്ടെന്ന് വാടി കിട്ടും. പിന്നെ ഇതിലേക്കുള്ള സോസ് ഒഴിച്ച് കൊടുക്കാൻ സോയാ സോസ് 1.5 ടേബിൾ സ്പൂൺ കേട്ടോ. നമ്മുടെ സോയ സോസ് കുറേയൊക്കെ ചെയ്യാം കേട്ടോ. കുറച്ച് കൂടിയാലും ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ചില്ലി ഗാർലിക് സോസൊക്കെയാണ് ഒഴിക്കേണ്ടതെന്ന് തോന്നുന്നു. ഞാനിവിടെ ടൊമാറ്റോ സോസാണ് ഒഴിക്കണത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വാടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരി ചോറുണ്ടല്ലോ, അരിയല്ല ചോറ് ഇട്ട് കൊടുക്കാം. തണുത്തിട്ടുണ്ട് കേട്ടോ ചോറ്. ഫാനിൻ്റെ അടിയിൽ കൊണ്ടുവച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് എടുത്തത് കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ കിട്ടില്ല, കുഴഞ്ഞിരിക്കുള്ളൂ കേട്ടോ. അപ്പം അതൊക്കെ ശ്രദ്ധിക്കണേ. നല്ലോണം മിക്സാക്കി കൊടുക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതിലേക്ക് പൊരിച്ച് വെച്ചാൽ മുട്ട ഇട്ട് കൊടുക്കാം. ഞങ്ങൾ ഇതിലേക്ക് കഴിക്കണ ബീഫ് കറിയാണ് കേട്ടോ. അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ചില്ലി ചിക്കനാണ്. കുരുമുളക് പൊടി ലേശം ഇട്ടിട്ടുണ്ട് കേട്ടോ. അടിപൊളി ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.